നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് പോകുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് 6 മാസം. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇരകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധ പതിയാത്ത പല വിഷയങ്ങളും ഇപ്പോഴും ഈ മേഖലയിലുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചിതറിത്തെറിച്ച മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ ഉരുൾ പൊട്ടിയൊലിച്ചൊഴുകിയത് ജൂലൈ 30-ന്. ആ കറുത്ത രാവിൽ നിന്ന് ഈ ദിവസത്തേക്കുള്ള ദൂരത്തിന് 6 മാസ കാലയളവ് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട്. ദുരന്തഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം. 298 പേരുടെ ജീവനെടുത്ത മഹാദുരന്തം. തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ മൈക്രോ പ്ലാൻ പ്രകാരം 1084 കുടുംബങ്ങളിലെ 4636 പേരെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ദുരന്താനന്തരം പലയിടങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടവരുടെ പുനരധിവാസത്തിന്റെ അന്തിമ പട്ടിക ഇനിയും വന്നിട്ടില്ല. അതിതീവ്ര ദുരന്ത പ്രഖ്യാപനമുണ്ടായി എങ്കിലും കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഹെലികോപ്റ്ററിന്റെ വാടകയായി കേരളം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ തുകയിലെ 120 കോടി രൂപ കേരളത്തിന് അതല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന ഹൈക്കോടതിയുടെ കഠിനമായിട്ടുള്ള നിർദ്ദേശവും ഒഴികെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായൊരു സഹായവും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ പേരിലും ലഭ്യമായിട്ടില്ല. സർക്കാർ നടപടികളിൽ മെല്ലെ പോക്ക് എന്ന ആരോപണം ഉയർത്തുകയാണ് സ്ഥലം MLA. ചൂരൽമല മുണ്ടകൈ കാര്യത്തില് പാളിച്ചകളുടെ നീണ്ട നിര സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നൽകിയ വീട്ടുവാടകയും 300 രൂപ ദിവസവേതനവുമായിരുന്നു ദുരന്തബാധിതരുടെ ഏക ആശ്വാസം. ഈ പദ്ധതി തുടരണമെന്നാണ് ഉയരുന്ന ആവശ്യം. തൊഴിലില്ലായ്മയാണ് ദുരന്തബാധിതരുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. കൃഷിയും തേയിലത്തോട്ടം പണിയും വാഹനം ഓടിക്കലുമൊക്കെയായിരുന്നു ഇന്നാട്ടുകാരുടെ വരുമാനം. ഇതെല്ലാം നിലച്ചതോടെ പ്രതിസന്ധിയുടെ മുൾമുനയിലാണ് ദുരന്തബാധിതർ. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി എങ്ങുമെത്തിയിട്ടില്ല. തകർന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിലും കൃഷിയിടങ്ങളുടെ കാര്യത്തിലും ആലോചനകൾ പോലും ഇനിയും ഉണ്ടായിട്ടില്ല. എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലാണ് ദുരന്തബാധിതരുടെ പുനരധിവാസ ടൗൺഷിപ്പിനായി ഇടങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 15-ഓടെ ഗുണഭോക്താക്കളുടെ കുറ്റമറ്റ ആദ്യ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. മിനിമം 10 സെന്റ് ഭൂമിയിൽ വീട് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദുരന്തബാധിതർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഈ നാട്ടുകാർക്ക് ജീവിതം അല്പമെങ്കിലും പഴയതുപോലെ ആകണമെങ്കിൽ പുനരധിവാസം ഉൾപ്പെടെ സർക്കാർ നടപടികൾ വേഗത്തിലാകണം എന്നതാണ് ദുരന്തബാധിതർ പറയുന്നത്. ആ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ തൊഴിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിന്നെ ഇന്ന് ഒരു പരിഹാരമായിട്ട് ഇപ്പോൾ 300 രൂപ കൊടുത്തുകൊണ്ടിരുന്നില്ലേ, അതൊരു 3-4 മാസം കൂടി കൊടുക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. നിലവിലെ സാഹചര്യം ഇപ്പം എല്ലാം സ്റ്റക്കാണ്. അവിടുത്തെ ആ ഒരു ഏരിയയിലെല്ലാം സ്റ്റക്കാണ്. അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റോടെ എല്ലാം സ്റ്റക്കാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അപ്പർ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ജോലി വരുമാനം ഇല്ലെങ്കിലും ഒരു പക്ഷെ പുറത്ത് പറയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും എല്ലാവർക്കും വീട് വേണം. മെയിനായിട്ട് അതാണ്. ഒരു കുട്ടി പോലും ഒഴിവാകാൻ പാടില്ല. മുണ്ടക്കൈ പ്രദേശം താമസിക്കൽ യോഗ്യതല്ല. എന്താ വെച്ചാൽ കംപ്ലീറ്റ് എല്ലാം പോയി കഴിഞ്ഞു. പാലല്ല, റോഡില്ല, വഴിയില്ല. അപ്പോൾ കുറച്ച് പേര് നിർത്തി കുറച്ച് പേര് എന്തെങ്കിലും പാടില്ല. അപ്പോൾ മുണ്ടക്കൈ പ്രദേശവാസികൾ പാടികളടക്കം പാടി താമസിക്കുന്ന ആളുകൾക്ക് വരെ മൊത്തം വീട് വേണം. അത് ഞങ്ങൾ ഏറ്റവും വലിയ ആവശ്യം. പണിയും ഒക്കെ മുടങ്ങി കിടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ പല ആൾക്കാർക്കും വാടക വീട് അത്ര ഒരു ശാശ്വതമായിട്ടല്ല. 6 മാസത്തിന് ഒരാൾ എഗ്രിമെൻറ്റ് ചെയ്തിക്കണ്, 11 മാസത്തിന് ചെയ്തിക്കണ്. ഇനിയിപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൂട്ടി ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി എന്താണെന്നുള്ള ഒരു തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത്. കൃഷിഭൂമിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. അവർ പറയുന്നത് കൃഷിഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം, വേറെ അതിനെപ്പറ്റി ഒരു വാക്കും ഞങ്ങളടുത്ത് പറയുന്നില്ല. അത് മാറ്റിത്തരാതെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ കേരളത്തിന് സഹായം നൽകുന്നില്ല ഈ വിഷയത്തിലെന്ന് സംസ്ഥാനത്തിന്റെ വലിയ വിമർശനമുണ്ട്.
ഇതിൽ കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. മറ്റന്നാൾ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രിയോട്. അതിൻ്റെ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ സംസ്ഥാന ധനമന്ത്രിയൊക്കെ ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ശനിയാഴ്ച അതിൻ്റെ ഭാവി സംബന്ധിച്ചൊരു വ്യക്തത വരും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ദുരന്ത ബാധിതർ അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടെ തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. അവർക്കൊപ്പമാണ് നാടാകെ നിൽക്കുന്നത്. ആ പിന്തുണ അത് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പറയുന്ന കേന്ദ്ര ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം, എല്ലാവരെയും പോലെ നമുക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മയെ തൽക്കാലം വിട്ടയക്കും, ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. തീർച്ചയായും അത് ടൈം പിന്നെ ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ കുടുംബ വീട്ടിൽ നടന്നു. അച്ഛനെയും മുത്തശ്ശിയെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചു. ഇരുവരെയും ഇടയ്ക്ക് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് അമ്മയെയും തൽക്കാലം വിട്ടയക്കും എന്നാണ്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും. സലീം മാലിക് വിവരങ്ങൾ നൽകും ബാലരാമപുരത്ത് നിന്ന്. സലീം, ഇതിൽ എന്തിന് ഇയാൾ ഈ അതിക്രൂര കുറ്റകൃത്യം ചെയ്തു? ഈ കുഞ്ഞിനെ എന്തിന് കിണറ്റിലെറിഞ്ഞു എന്ന ചോദ്യത്തിന് അയാൾ പോലീസിനോടൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഇയാളുടെ ചേതോവികാരം? ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത് എന്തിന് എന്നതിലൊരു ഉത്തരമായിട്ടുണ്ട്. വിജയകുമാർ, ഈ കൊടും ക്രൂരത ചെയ്യാനുള്ള കാരണം ഹരികുമാർ പറഞ്ഞ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഹരികുമാറിൻ്റെ ചില ആവശ്യങ്ങളും താല്പര്യങ്ങളും അത് ഈ സഹോദരിയുമായി ഉണ്ടായിരുന്നു. ആ ആവശ്യങ്ങളും താല്പര്യങ്ങളും നടക്കാത്തതിൻ്റെ പകയാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. ഇത്തരം നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ചില നിർണായക തെളിവുകളാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഹരികുമാറിനെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അമ്മയെ സംശയത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അമ്മയെ വിട്ടയച്ചാലും ഇന്ന് ഒരുപക്ഷെ വിട്ടയക്കും എന്നാണ് പോലീസ് പറയുന്നത്. ചിലപ്പോൾ അത് ഉണ്ടാവുകയുമില്ല. അതിനെ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിക്കുകയാണ്. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും തെളിവെടുപ്പിനായി വിളിക്കുകയും ചെയ്യും. അതിക്രൂരമായ കൊലപാതകം ചെയ്ത ഒരു വെറും 2.5 വയസ്സുകാരി കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ പോലീസ് ഇന്ന് രാവിലെ മുതൽ 9 മണി മുതൽ ഈ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഓരോന്നോരോന്നായി അതിൻ്റെ ആ അന്വേഷണത്തിന് ചുരുളുകൾ അഴിച്ചതിന് ശേഷമാണ് പ്രതി ഹരികുമാറിലേക്ക് എത്തിയത്. നിലവിൽ പ്രതി ഹരികുമാറിനെ ഒരാൾ മാത്രമാണ് കൃത്യം ചെയ്തത് എന്ന നിഗമനത്തിലാണ് പോലീസെങ്കിലും സംശയത്തിൻ്റെ നിഴലുകൾ ഇപ്പോഴും അമ്മയ്ക്കെതിരെ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ കൊടും കുറ്റവാളിയുടെയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്കായി പോകും. നമ്മൾ ആ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടിറങ്ങുകയാണ്. ആ കൊടും കുറ്റവാളിയെ, ക്രൂരനെ, മനുഷ്യരൂപം പൂണ്ട മൃഗം. ആ മൃഗം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കാകും കൊണ്ടുപോവുക. പോലീസ് അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആ പ്രതിയെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ ഇറക്കിയതിനു ശേഷം പോലീസ് വീണ്ടും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഹരികുമാറിനെ. ഹരികുമാർ ഒറ്റയ്ക്കാണ് നിലവിൽ കൃത്യം ചെയ്തത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അപ്പോഴും പോലീസ് DYSP തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മറ്റാർക്കെങ്കിലും റോളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. വിട്ടയച്ച അച്ഛനെയും മുത്തശ്ശിയും ഉൾപ്പെടെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. അതിലേറ്റവും അധികം സംശയം പോലീസിന് ഇപ്പോഴും ഉള്ളത് അത് ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ്. അമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംശയങ്ങൾ പോലീസ് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടാവും ഇന്ന് വിട്ടയക്കുകയും ചെയ്യുക. ചില തെളിവുകളുടെ കൂടി ഈ എന്തിന് കൊലപ്പെടുത്തി എന്നതിൽ ചില തെളിവുകൾ കൂടി പോലീസിന് ഈ ഘട്ടത്തിലും ആവശ്യമായുണ്ട്. അതായത് ഈ കേസിന്റെ 90% കുരുക്കുകളും പോലീസ് അഴിച്ചിട്ടുണ്ട്. ബാക്കി 10% കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്ത് എന്നുള്ളതിലെ 10%ത്തിലാണ് പോലീസ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. അതുൾപ്പെടെ മുഴുവൻ പൂർത്തീകരിച്ച ശേഷമാകും ഇതിൽ ഈ അമ്മയും ഈ കുഞ്ഞിന്റെ അമ്മയും ഈ അമ്മാവനും
നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുവല്ലോ. അതൊക്കെ പരിശോധിക്കുമ്പോഴും ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്, മറ്റാർക്കും അതിൽ പങ്കില്ല എന്നത് ഏതാണ്ട് 90% ഉറപ്പിക്കുകയാണ് പോലീസ് എന്ന് തോന്നുന്നു. വലിയ സൂചനകളില്ലാത്തത് കൊണ്ടാണല്ലോ ചോദ്യം ചെയ്യലിൽ ഇന്ന് ഈ അമ്മയെ പോലീസ് വിട്ടയക്കുന്നത്. വിജയകുമാർ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ വാട്സാപ്പ് ചാറ്റിൽ നിന്നാണ് ചില നിർണായക വിവരങ്ങൾ കിട്ടിയത്. പക്ഷെ അത് ആ വിവരങ്ങൾ കൊണ്ട് മാത്രം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഈ കൊലപാതകത്തിലേക്ക് എത്തിയ കാരണത്തിൽ അമ്മ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതും ഒപ്പം തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണനയും കൊണ്ടാണ് ഇന്ന് രാത്രി എന്തായാലും ഈ അമ്മയെ വിട്ടയക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത്, കേസിൽ നിർണായകമായത് ഈ വാട്സാപ്പ് ചാറ്റുകളാണ്. തുടക്കത്തിൽ തന്നെ ഈ അമ്മ പറഞ്ഞ മൊഴികൾ, അത് ആദ്യഘട്ടത്തിൽ അമ്മ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിരുന്ന ആ മൊഴികൾ പിന്നീട് പോലീസ് അത് ഒരുപക്ഷെ സത്യമായേക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി എത്തി. അതായത് ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതൊക്കെ തന്നോടൊപ്പമായിരുന്നു. അതിനുശേഷം താൻ എഴുന്നേറ്റതിന് ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് കിടത്തി, അതിന് പിന്നാലെയാണ് കാണാതായത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മൊഴിയിൽ ആദ്യഘട്ടത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. ആ അവ്യക്തത പിന്നീട് മാറുകയാണ്. പിന്നീട് മാറിയതിനു ശേഷം അക്കാര്യത്തിൽ സംശയിക്കാനില്ല എന്നുള്ളതും അച്ഛൻ പറഞ്ഞതും കൃത്യമായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഈ അവ്യക്തതയൊക്കെ മാറ്റുന്നത് ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിലൂടെയാണ്. ഈ അന്വേഷണവുമായി അതല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പുമായി അമ്മ സഹകരിക്കാഞ്ഞത് തുടക്കത്തിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ ക്രൂരനായ, കൊടും ക്രൂരനെയാണ്, ആ കൊടും കുറ്റവാളിയാണ്. ആ കൊടും കുറ്റവാളി ഒരു 2.5 വയസ്സുകാരിയെ ഒരു നിർദാക്ഷിണ്യം കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്ന ക്രൂരൻ, അതിക്രൂരൻ. ആ ക്രൂരനെ ഇപ്പോൾ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമ്മാവൻ ഹരികുമാർ, ആ കുഞ്ഞിൻ്റെ 2.5 വയസ്സുകാരിയുടെ അമ്മാവൻ ഹരികുമാറാണ് വാഹനത്തിലുള്ളത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മയെ തൽക്കാലം വിട്ടയക്കുകയാണ്. അച്ഛനെയും മുത്തശ്ശിയെയും നേരത്തെ ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു. ഇത് ഇയാൾ ഇപ്പോൾ പോലീസ് വാഹനത്തിനാണ്. അയാൾ അതിൽ ഇരുന്ന് കരയുന്നുണ്ട്. അയാൾ എന്തിനാണ് കരയുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും ക്രൂരമായി, ദയാരഹിതമായി ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് അത് കിണറ്റിൽ വീണ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, അത് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. ഒന്നും അറിയാതെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന് അതിനുശേഷം അയാൾ കരയുന്നു വാഹനത്തിലിരുന്ന്. എന്തിനാണ് അയാൾ കരയുന്നതെന്ന് അറിയില്ല. അയാൾ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. അയാളാണ് ചെയ്തതെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. സലീം മാലിക് ചേരുന്നു. സലീം, അയാൾ വാഹനത്തിലിരുന്ന് കരയുന്നുണ്ട്. ഇത്രയും കൊടും ക്രൂരകൃത്യം ചെയ്തിട്ട് അയാൾ എന്തിന് കരയുന്നു എന്ന് ആർക്കും ചോദിക്കാമല്ലോ. ഉറപ്പായും വിജയകുമാർ, എന്തിനാണ് അയാൾ കരയുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായും ചോദിക്കാം. കാര്യം മനുഷ്യരൂപം പൂണ്ട മൃഗം, ഒരു വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ മൃഗം, നമുക്ക് അതിനപ്പുറത്തേക്ക് വിശേഷിപ്പിക്കാൻ ഒരു വാക്കുകളേ ഇല്ല. അയാളുടെ കണ്ണീരിന് എന്തു വില എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അയാൾ എത്ര കരഞ്ഞാലും ശരി, അയാളുടെ എത്ര കണ്ണീര് വീണാലും ശരി, വെറും 2.5 വയസ്സുകാരിയെ കൊന്ന ആ ക്രൂരൻ, ആ കൊടും കുറ്റവാളിക്ക്, മനുഷ്യരൂപം പൂണ്ട മൃഗത്തിന് കരയാൻ പോലും അവകാശമില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, അതിലെ വാസ്തവവും അവാസ്തവവും ഒക്കെ പോലീസ് തന്നെ കണ്ടെത്തട്ടെ. എന്തായാലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നത് ഈ കൊടും ക്രൂരത, ഈ കൊടും കുറ്റവാളി ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും കാരണങ്ങൾ, അതല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും സഹായം അമ്മയിൽ നിന്നോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ പോലീസ് പറയുന്നത് പ്രകാരം അമ്മയുമായി ചില താല്പര്യങ്ങൾ ഈ സഹോദരനുണ്ടായിരുന്നു. പക്ഷേ അതിന് വഴങ്ങാത്തതിന് കാരണം ഈ കുഞ്ഞാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ പകയിൽ ആ കുഞ്ഞിനെ പുലർച്ചെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ അമ്മയുണ്ട്. അമ്മയെ അല്പസമയത്തിനകം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നാളെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലാണ് ഇയാളുടെ ഹരികുമാറിന്റെ വൈദ്യപരിശോധന നടക്കുന്നത്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നാളെ രാവിലെയോടുകൂടി കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. കോടതിയിലേക്ക് ഹാജരാക്കിയാൽ സ്വാഭാവികമായും റിമാൻഡാണ്. റിമാൻഡിന് ശേഷം കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും. കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യും. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ കേസിലെ ഒരൊറ്റ പകൽ കൊണ്ടാണ് ഈ കേസിലെ ചുരുളുകൾ അഴിയുന്നത് എന്നുള്ളതാണ്. വളരെ അതിക്രൂരമായ ഒരു കൊലപാതകം അതിന്ന് പകൽ സംഭവിക്കുന്നു. പുലർച്ചയോടുകൂടി ബാലരാമപുരം പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ്
സ്ഥലത്തെത്തുന്നു. ചില സംശയങ്ങൾ തോന്നുന്നു. കുട്ടി കിണറ്റിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് പിന്നാലെ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്യുന്നു. ശരി സലീം, എന്തായാലും അയാളെ അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി അതിന്റെ തുടർ നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹരികുമാർ, അങ്ങനെയാണ് ആ പ്രതിയുടെ പേര്, കുഞ്ഞിന്റെ അമ്മാവനാണ്. അയാളുടെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും നടക്കാത്തതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്മയും ആ സഹോദരനും എന്ന് വെച്ചാൽ അമ്മാവനും അമ്മയും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് ഇതിന് തെളിവായി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകും. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അവരെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കിയിട്ടില്ല പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലുണ്ട് അമ്മയും. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നുണ്ട്. അബ്രഹാം തോമസ് പറയുന്നു, കേരളത്തിൽ ഓരോ ദിവസവും ഓരോ ക്രിമിനലുകൾ ഉടലെടുക്കുകയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകൾക്കൊക്കെ അത്തരത്തിൽ ഒരു സ്വഭാവമുണ്ട് എന്ന പ്രേക്ഷകന്റെ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ്. ദിലീപ് പറയുന്നു, മാധ്യമങ്ങൾ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ അനുകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇന്നലെയും സമാനമായ നിർദ്ദേശങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നു വന്നതാണ്. സനീഷ് പറയുകയാണ്, അതേ കിണറ്റിൽ മുക്കിപ്പിടിച്ച് അയാളെയും കൊല്ലണം. ആളുകളുടെ രോഷം, വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അസ്മാബി പറയുന്നു, ഇപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, വിശ്വസിച്ചേ പറ്റൂ എന്ന അവസ്ഥ നമ്മളുടെ മുന്നിലുണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒറ്റ കേൾവിയിൽ ഒറ്റ കാഴ്ചയിൽ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്നത് തന്നെയാണ്. എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെടുക എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ ചുറ്റുപാടും നടക്കുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യുക, കാണുക, അറിയുക എന്നത് നമ്മളുടെ അവസ്ഥയാണ്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം കൊടും ക്രൂരത ഓരോ ദിവസവും നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ എത്തുകയും ചെയ്യുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആലത്തൂർ സബ് ജയിൽ അധികൃതർ കോടതിയെ സമീപിച്ചിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഇയാളുണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നം എന്താണ്? അതുകൊണ്ട് എന്ത് സാഹചര്യത്തിലാണ് ഈ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് ആലത്തൂർ സബ് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്? വിജയകുമാർ, ആലത്തൂർ സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റിയിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ ജയിൽ അധികൃതർക്കൊരു തലവേദനയായി മാറുന്നു. അവർ പ്രതിയെ എവിടെ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം കോടതിയെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് സഹതടവുകാരുടെ ഭാഗത്തു നിന്നടക്കം ഈ പ്രതിക്ക് ഭീഷണിയുണ്ട്. ഇത്രമേൽ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിന്റെ രീതി കൂടി ആളുകൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആലത്തൂർ സബ് ജയിൽ അധികൃതർ ഒരു അപേക്ഷ നൽകുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 7 മണിക്ക് ഇപ്പോൾ ഞാനുള്ള ഈ ആലത്തൂർ സബ് ജയിലിൽ നിന്ന് പ്രതിയെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയെ കൊണ്ടുപോകുന്നത് വിയ്യൂരേക്കാണ്. വിയ്യൂരിലെ തന്നെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് പ്രതിയെ മാറ്റുന്നത്. ഈ ജയിൽ മാറ്റം സംബന്ധിച്ചുള്ള ഉത്തരവ് അതീവ സുരക്ഷാ ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് പുറത്തേക്ക് പ്രതിയെ ഇറക്കുമ്പോഴുള്ള ആളുകളുടെ പ്രതികരണവും മറ്റുമാണ്. ഇന്നലെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി എത്തിയ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പ്രതിയെ തിരിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രോശമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തെളിവെടുപ്പിനിടെയൊക്കെ അത് പോലീസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ജയിലിനകത്തും അങ്ങനെ സുരക്ഷാ പ്രശ്നം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും തലവേദനയാണ്. അല്പം കൂടി സുരക്ഷയുള്ള ജയിൽ, ഇതൊരു വളരെ ചെറിയ ജയിലാണ്, അല്പം കൂടി സുരക്ഷയുള്ള ജയിൽ എന്നുള്ള നിലയ്ക്കാണ് വിയ്യൂരിലേക്ക് മാറ്റുന്നത്. അതും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ്. വിയ്യൂരിലെ ജയിൽ അധികൃതർക്കും ആലത്തൂരിലെ ജയിൽ അധികൃതർക്കും അതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. വിജയകുമാർ. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആലത്തൂർ സബ് ജയിൽ അധികൃതർ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അയാളെ അവിടെ നിന്ന് മാറ്റുകയാണ്. വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. പല തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നാണ് സബ് ജയിൽ അധികൃതർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതുകൂടി നമുക്ക് പരിശോധിക്കാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച ജി സുധാകരൻ, കേരള സമൂഹത്തിൽ അരാജകത്വം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അത് വകവയ്ക്കുന്നില്ല, ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കുമെന്നും ജി സുധാകരൻ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ്. അരാജകത്വം പടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൽ. പോലീസിനെ ഒന്നും വകവെക്കുന്നില്ല. എന്ത് വകവെക്കുന്നത്?
പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ അത് വായിച്ച് നമുക്ക് സംരക്ഷണം കൊടുക്കാതിരുന്നതുകൊണ്ടല്ലേ 2 പേരെ വെട്ടിക്കൊന്നത്. ഒരു കുട്ടികളോട് കൊടുത്തല്ലേ പരാതി. സസ്പെൻഷൻ പണിഷ്മെൻ്റ് ഒന്നുമല്ല. 6 മാസം കഴിഞ്ഞാൽ മുഴുവൻ ശമ്പളം കിട്ടും. പലരും സസ്പെൻഷൻ ചോദിച്ചു വാങ്ങും, എന്നെ ഒന്ന് സസ്പെൻഡ് ചെയ്തേക്കണേ, എനിക്ക് ഒരു ഫൈനാൻസ് കമ്പനി ഉണ്ട്, ഞാൻ അവിടെ പോയിട്ട് അത് നടത്തിക്കോളെ, ശമ്പളം എന്ന് വെച്ചാൽ മതി. ഇതൊക്കെ ആരോട് പറയാനാണ്? നിങ്ങൾ വകുപ്പുകളൊക്കെ നന്നായി ഭരിച്ച കാര്യം പറഞ്ഞത് ചുമ്മാ ഭരിക്കുന്നതാണോ? അതിനൊക്കെ ഇവിടെ ഉറക്കം വളയുന്നതുകൊണ്ടാണ്. നന്നായിട്ട് ആർക്കും ഭരിക്കാൻ പറ്റും. നന്നായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി, ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യരുത്. ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കും എന്നാണ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പറയുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഇത് ഏത് വേദിയിലാണ് ജി സുധാകരന്റെ ഈ വിമർശനവും ഒരു മുന്നറിയിപ്പും ഏത് വേദിയിലായിരുന്നു? വിജയകുമാർ, അമ്പലപ്പുഴയിൽ ഒരു പൊതുവേദിയിൽ വെച്ചായിരുന്നു ജി സുധാകരൻ്റെ ഇത്തരത്തിലുള്ള വിമർശനം. ഇങ്ങനൊരു വിമർശനം പുതുമയല്ല. പക്ഷേ നേരത്തെയൊക്കെ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് പൊതുവിലായിരിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പല സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. നേരത്തെയൊക്കെ തന്നെ ഈ പൊതുമരാമത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം നിരന്തരമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോൾ നെന്മാറ ഇരട്ട കൊലപാതകത്തിലാണ്. ആ സംഭവത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ അരാജകത്വം വളർന്നു വരുന്നു. പക്ഷേ പോലീസ് അതിനൊന്നും വകവയ്ക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഇരട്ട കൊലപാതകത്തിന് മുൻപ് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പോലീസ് അത് ഗൗരവമായി കണ്ടില്ലെന്നും അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാത്തത് കൊണ്ടാണ് ഇരട്ട കൊലപാതകം ഉണ്ടായത് എന്നുള്ള വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CIക്ക് നൽകിയിട്ടുള്ള ഒരു പണിഷ്മെന്റ്, അത് സസ്പെൻഷൻ, അത് പിന്നീട് 6 മാസം കഴിഞ്ഞാൽ പിന്നീട് സർവീസിൽ പ്രവേശിക്കുമ്പോൾ അത് ഇരട്ടി ശമ്പളത്തോടു കൂടി അത് സർവീസിലേക്ക് കയറാൻ പറ്റുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ നേരിട്ടൊരു സംഭവം എടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റൊക്കെ തന്നെ വൈകിയ ഘട്ടത്തിലും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നല്ല പോലെ ഉറക്കമുളയ്ക്കാമെങ്കിൽ ആർക്കും ഭരിക്കാം, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ജി സുധാകരനും CPM നേതൃത്വവുമായി വലിയ അകൽച്ചയിലായിരുന്നു. സർക്കാർ പരിപാടികളിൽ പോലും അദ്ദേഹത്തെ ഒരു പരിപാടി ക്ഷണിതാവായിട്ടോ പോലും ക്ഷണിക്കാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനം എന്താണെങ്കിൽ അദ്ദേഹം ആവർത്തിക്കുന്നത്. വിജയകുമാർ. യെസ്, അദ്ദേഹം CAയെ സസ്പെൻഡ് ചെയ്ത് SHOയെ സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊരു നടപടിയൊന്നുമല്ല. 6 മാസം കഴിഞ്ഞാൽ, അല്ലെ അതിനു മുമ്പ് മുഴുവൻ ശമ്പളത്തോടെ തിരികെ എത്തും. പലരും എന്നെ ഒന്ന് സസ്പെൻഡ് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ആ കാലത്താണ് വലിയ ഒരു നടപടി എന്ന നിലയിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തതെന്നൊക്കെ അദ്ദേഹം പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പാണ്, ഒരു പരിഹാസമാണ്, ഒരു വിമർശനമാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി. ബാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പതിപ്പിച്ചത്. ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ച വിവരം 24 പുറത്തുവിട്ടതോടെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് തീർത്ഥയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു. ഒരാഴ്ചയ്ക്കകം ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചു നൽകുമെന്ന് MLA ഉറപ്പു നൽകി. ചികിത്സാ ചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തോടായിരുന്നു ബാങ്കിന്റെ ക്രൂരമായ നടപടി. 2014 എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. തീർത്ഥയുടെ ചികിത്സയ്ക്കായി മിയാപ്പത്തിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. 2019 വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി. കുട്ടിയുടെ ചികിത്സയ്ക്കും പണമില്ലാതായി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് 5 ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ നന്നേ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. ഈ വീട് ശരിക്കും തേച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് തേച്ച് പൊത്തുകളിൽ പാമ്പ് കയറിയിരിക്കും, പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് തേച്ചത്. അപ്പോൾ അതിൻ്റേതായ പൈസ അന്നേരം പോയില്ലേ. അതുവരെ നമ്മൾ തേക്കാത്ത മണ്ണ് തറ അടിച്ചുറപ്പിച്ച് ചാണകം തേച്ചിട്ട് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. വാതിൽ പോലും ഇപ്പോഴേക്കും 2 വർഷമായുള്ളൂ വാതിൽ പോലും വെച്ചിട്ട്. 24 തീർത്ഥയുടെ കുടുംബത്തിന്റെ ദുരിതം പുറം ലോകമറിഞ്ഞു. ഇതോടെയാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത്. ലോൺ ബാധ്യത ഏറ്റെടുത്ത അദ്ദേഹം ഒരാഴ്ചക്കകം വീടിന്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്നും അറിയിച്ചു. വാർത്ത അറിഞ്ഞ ഉടനെ
ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. ഏതായാലും നല്ലൊരു സങ്കട വാർത്തയാണ്. ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്കും അവരോടും ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് MLA നിലക്ക് അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ഇളവ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആണെങ്കിലും ഒറ്റ ആഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും. 3 ദിവസമായി നിലനിന്നിരുന്ന അതിക്ക് പരിഹാരം കണ്ടതോടെ കുടുംബത്തിനും സന്തോഷമായി. ഇങ്ങനൊരു ടെസ്റ്റ് പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത്ര വേഗം MLA ഒക്കെ ഇടപെടുമെന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന നടപടികളിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതിയും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഉറക്കമില്ലാത്ത രാത്രികൾ, ഒടുവിൽ ആശ്വാസകിരണവുമായി MLA. തീർത്ഥയ്ക്കും കുടുംബത്തിനും ഇനി സുഖമായി അന്തിയുറങ്ങാം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഉച്ചയ്ക്ക് 1 മണി നമ്മുടെ വാർത്താമഴ സമയത്താണ് ഈ വാർത്ത അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അവരുടെ വീട്ടിലെ അവസ്ഥ, ആ വീട് പുറമേ കാണുന്ന പോലെ അല്ല, അകത്തൊക്കെ അതിൻ്റെ ബാക്കി ജോലികളൊക്കെ ഇനിയുമുണ്ട്. ഈ വിഷയം വളരെ സജീവമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് ആ വീട്ടിലെത്തുകയും അവരുടെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. ഒരാഴ്ചത്തെ സമയമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനിടയിൽ ഈ ആധാരം തിരിച്ചെടുത്ത് നൽകും എന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിന് അത് വലിയ ആശ്വാസമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ, അവർക്ക് സാമ്പത്തികമായും അവരുടെ ആരോഗ്യ ആ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന, സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണ്. അവരോട് പ്രത്യേക പരിഗണന ഒക്കെ നൽകണമെന്ന് നിരന്തരമായുള്ള അഭ്യർത്ഥനകൾ വരാറുണ്ട്. അവരുടെ കടബാധ്യതകളുടെ കാര്യത്തിലൊക്കെ മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ വേണമെന്ന നിർദ്ദേശം ഉയർന്നു വരുന്നുണ്ട്. എൻഡോസൾഫാൻ സമരസമിതിയൊക്കെ അത് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരമൊരു ജപ്തി നോട്ടീസ് വന്നു. പക്ഷേ അതിൽ ഒരു ഇടപെടൽ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് AK അഷ്റഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷമാണ്. ഏതായാലും അവരുടെ പ്രശ്നങ്ങൾക്ക് ആ നിലയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നതാണ് ഒരു സന്തോഷം. അതിൽ മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിൽ അഴിമതി ആരോപിക്കുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള പുതിയ ആക്ഷേപവുമായി രംഗത്തെത്തി. ഡൽഹി മദ്യനയ കേസിലെ പ്രതിയും BRS നേതാവുമായ K കവിതയാണ് പ്ലാന്റിന് ഇടപാട് ഉറപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ ആരോപണം. ടെൻഡറില്ലാതെ അനുമതി കൊടുത്തതും ജലചൂഷണവും പോലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എങ്കിലും അഴിമതി ഉണ്ടെന്നതിൽ രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുകയാണ്. സമവായത്തിലൂടെ മുന്നണിയിലെ എതിർസ്വരങ്ങൾ തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ RJD കൂടി എതിർപ്പുമായി വന്നത് LDFന് മറ്റൊരു തലവേദനയായി മാറുകയും ചെയ്തു. ഈ മാസം 8-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണ സ്ഥലം സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. അന്നു മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷം ഈ ഇടപാടിൽ അഴിമതി ആരോപിക്കുകയാണ്. മദ്യനയത്തിന് വിരുദ്ധം ടെൻഡറില്ലാതെ പദ്ധതി ഒരു കമ്പനിക്ക് മാത്രം അനുവദിച്ചു, വൻ ജലചൂഷണമുണ്ടാകും, തിടുക്കത്തിൽ പദ്ധതിക്ക് അനുമതി നൽകി തുടങ്ങിയവയായിരുന്നു പ്രതിപക്ഷ ആരോപണങ്ങൾ. നിയമസഭയിൽ എഴുതി നൽകി ഉന്നയിച്ച അഴിമതി ആരോപണത്തിലും ഈ പറഞ്ഞതല്ലാതെ ആര് അഴിമതി നടത്തി, ആര് പണം വാങ്ങി എന്നൊന്നും കൃത്യമായി പറയാൻ പ്രതിപക്ഷത്തിനായില്ല. ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് എക്സൈസ് മന്ത്രി MP രാജേഷ് ഇന്നലെ വിശദമായ മറുപടി നൽകിയിരുന്നു. എന്നാൽ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഇത്തവണ ഒരു മാറ്റമുണ്ട്. ആരോപണം ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ടാണ്. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാ. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത്. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ മിണ്ടിയില്ലെങ്കിലും അത് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപമാണ് VD സതീശൻ കുറച്ചുകൂടി വിശദമായി പറഞ്ഞത്. എന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോഴത് ഉന്നയിക്കുന്നില്ല. സ്പിരിറ്റ് ലോബിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എക്സൈസ് മന്ത്രിയുടെ ആരോപണം നിഷേധിച്ച ചെന്നിത്തല പക്ഷേ അഴിമതി ആരോപണം ആവർത്തിക്കുന്നു. ഇതാരും അറിയാതെ ഇത്ര തിടുക്കത്തിൽ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡൽഹി മദ്യനയ കേസിൽപ്പെട്ട ഒരു കമ്പനിക്ക് മന്ത്രിസഭാ തീരുമാനം എടുത്തത് വഴി വൻ അഴിമതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPIക്ക് പിന്നാലെ മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ രംഗത്ത് വന്ന ജനതാദൾ എസിനെ LDF നേതൃത്വം ഇന്നലെ അനുനയ നീക്കത്തിലൂടെ പിന്തിരിപ്പിച്ചിരുന്നു. തൊമ്മനയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറയുന്നത് പോലെ ഇന്ന് RJD കൂടി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി. വിഷയം മുന്നിൽ ചർച്ച ചെയ്യണമെന്നാണ് RJDയുടെ ആവശ്യം. എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല.
പദ്ധതി എതിർക്കുന്ന CPI കൂടി എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിനിടെ RJD കൂടി എതിർസ്വരം പ്രകടിപ്പിച്ചത് CPIM-ന് തലവേദനയായിരിക്കുകയാണ്. എന്നാൽ എല്ലാ എതിർപ്പുകളും അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജപ്തി നടപടി നേരിട്ട കുടുംബത്തെ സഹായിച്ച MLA അഭിനന്ദിക്കുന്നുണ്ട് ധാരാളം പ്രേക്ഷകർ അവരുടെ കമന്റിൽ. ഷാഫി KPM എന്ന ഐഡിയിൽ നിന്ന് AK അഷ്റഫിനെ അഭിനന്ദിക്കുന്നു. അനിൽകുമാർ, അതുപോലെ സുജാത, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ MLA ഇടപെട്ട രീതിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു. മുജീബ് പറയുന്നു അവരുടെ അക്കൗണ്ട് നമ്പർ തരുമോ എന്ന്. എന്തായാലും അവർ MLA അവരുടെ ബാധ്യത ഏറ്റെടുക്കാം, ഒരാഴ്ചക്കുള്ളിൽ അത് അവരുടെ ആധാരം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മറ്റു തരത്തിൽ അവർ സാമ്പത്തിക സഹായമൊന്നും അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ ഈ ഘട്ടത്തിൽ നൽകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. സീന മുഹമ്മദ് പറയുന്ന മദ്യപാന്മാരുടെ ദാഹമല്ല, സാധാരണ ജനങ്ങളുടെ കുടിവെള്ളത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന്. ഈ പറയുന്ന ബ്രൂവറി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് സീന മുഹമ്മദിന്റെ പ്രതികരണം. റേഷൻ കടയിൽ അരിയില്ല, മദ്യം കൊടുക്കാൻ സർക്കാരിന് പണമുണ്ട് എന്നാണ് ജോസ്വിൻ ജോസഫ് ആരോപിക്കുന്നത്, വിമർശിക്കുന്നത്. മഞ്ചേശ്വരം MLA താങ്കൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് ദിലീപ് PC പറയുന്നു. അങ്ങനെ ധാരാളം ആളുകൾ മഞ്ചേശ്വരം MLA അഭിനന്ദിച്ചുകൊണ്ട് AK അഷ്റഫിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികരണങ്ങളൊക്കെ നമ്മൾ MLAക്ക് തന്നെ, നല്ല വാക്കുകളൊക്കെ MLAക്ക് കൈമാറുകയും ചെയ്യുന്നു. രവികുമാർ PB പറയുന്നത് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒത്തുകളിയാണ് മദ്യനിർമ്മാണ കമ്പനി, എല്ലാവർക്കും ഇതിൽ കമ്മീഷനാണ് പ്രധാനം എന്ന ഒരു രാഷ്ട്രീയ വിമർശനം പൊതുവായി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. MLAക്ക് ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നു വിവേക് ബിനു. എല്ലാവരും ഇതിൽ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. റേഷൻ കടകളിൽ അരിയില്ല, സമരം തീർന്നിട്ടും അരിയില്ല, അവശ്യ വസ്തുക്കൾ കിട്ടാനില്ല എന്ന പ്രതികരണങ്ങൾ പലരും നൽകുന്നുണ്ട്. അപ്പോൾ ഈ വിവരം നമ്മൾ ഭക്ഷ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നു. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ പ്രയാസത്തിലായിരിക്കുകയാണ് കോഴിക്കോട് പന്തീരാങ്കാവിലെ ജനങ്ങൾ. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായി 1 മാസമായിട്ടും പുതിയ വില്ലേജ് ഓഫീസർ എത്തിയിട്ടില്ല. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ മടങ്ങിപ്പോകുന്നത് ഇവിടെ നിത്യസംഭവമാണ്. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായതോടെയാണ് ഈ നാട്ടുകാർ ദുരിതത്തിലായത്. പകരം വില്ലേജ് ഓഫീസർ എത്താത്തതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. കണ്ണൂർ പാലോട് സ്വദേശി MP അനിൽകുമാറായിരുന്നു ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. പെട്രോൾ പമ്പിനായി സ്ഥലം തരം മാറ്റുന്നതിന് 2 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ആദ്യ ഗഡുവായ 50,000 രൂപ കൈപ്പറ്റുന്നതിനിടെ അനിൽകുമാറിനെ വിജിലൻസ് പിടികൂടി. സംഭവം നടന്ന് 1 മാസമായിട്ടും പുതിയ വില്ലേജ് ഓഫീസർ എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ തരം മാറ്റൽ, വിവിധ ഇനം സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ, വിദ്യാർത്ഥികൾക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്നിവയൊന്നും നടക്കുന്നില്ല. ഇതോടെ ഇവിടെ എത്തുന്നവർ മടങ്ങിപ്പോകുകയാണ്. വിദ്യാർത്ഥികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കേണ്ട സമയമാണിത്. എഞ്ചിനീയറിംഗ്, അതേമാതിരിയുള്ള ബിരുദാനന്തര ബിരുദത്തിനുള്ള എല്ലാ ആവശ്യത്തിനും വില്ലേജ് ഓഫീസറെ ഇവിടെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. പിന്നെ ഭൂമി തരം മാറ്റലിൻ്റെ ഒരുപാട് രേഖകൾ, 1 വർഷത്തോളമായിട്ടുള്ള രേഖകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ രീതിയിൽ ജനങ്ങളെ എല്ലാം തന്നെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് നീങ്ങുന്നത്. ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ജനങ്ങൾ പന്തീരാങ്കാവിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് ഏകദേശം 65 രൂപ കൊടുത്തിട്ട് വേണം ഇവിടെ എത്താൻ. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല, നിങ്ങൾ നേരെ പെരുമണ്ണ പോയിട്ട് ആ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് അയക്കുകയാണ് ജനങ്ങളോട് ഇവിടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥന്മാർ. അല്ലെങ്കിൽ പെരുമണ്ണ വില്ലേജിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒളവണ്ണ വില്ലേജിൽ കുന്നത്തുപാലം പോയിട്ട് ആ കാര്യം നടത്തണം. അപ്പോൾ ആ വില്ലേജ് ഓഫീസർ മറ്റ് മീറ്റിങ്ങിലോ മറ്റോ ആണെങ്കിൽ ഈ ആവശ്യത്തിന് വരുന്ന ജനങ്ങൾക്ക് ഒരു കാര്യം നടക്കാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന ഒരു ഗതികേടിലാണ്. വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് രേഖകളുണ്ട്. സ്കെച്ച്, സർവേ സ്കെച്ച്, അതേമാതിരിയുള്ള അടങ്കൽ, ഇതേപോലെയുള്ള പല കാര്യങ്ങളും രജിസ്ട്രേഷന് വേണ്ടി നടക്കുന്നുണ്ട്. എന്നാലേ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ, റവന്യൂ വരുമാനം ഉണ്ടാവുകയുള്ളൂ, ബന്ധപ്പെട്ട ആളുകൾക്ക് ആ രജിസ്ട്രേഷൻ നടത്തി കിട്ടുള്ളൂ. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസറാണ് അറസ്റ്റിലായതെങ്കിലും ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് തങ്ങളാണെന്ന് നാട്ടുകാർ പറയുന്നു. നിയമനം വൈകുന്നത് ഈ നാട്ടുകാരുടെ പ്രയാസങ്ങൾ ഇരട്ടിയാക്കുന്നുണ്ട്. അടിയന്തര നടപടി ഉണ്ടായേ മതിയാകൂ. പന്തീരാങ്കാവിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.
ദൈനംദിന ആവശ്യങ്ങൾക്കായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസാണ്, സർക്കാർ ഓഫീസാണ് വില്ലേജ് ഓഫീസ്. അവിടെ വില്ലേജ് ഓഫീസർ ഇല്ല എന്നത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. അവരുടെ പല ആവശ്യങ്ങളും മാറ്റിവെക്കുകയോ അതിനായി കൂടുതൽ ദൂരം യാത്ര ചെയ്യുകയോ തുടർച്ചയായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ആ മേഖലയിലുണ്ട്. എന്താണ് നാട്ടുകാർക്ക് കൂടുതലായി പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ല, അപ്പോൾ നാളെ വരാൻ പറഞ്ഞു. ഇനി നാളെ വന്നിട്ട് ഓല് ഉണ്ടെങ്കിൽ തരാമെന്ന് അതാ പറഞ്ഞത്. വന്ന് മടങ്ങി പോവാണ്, ആളില്ല അതിനെ കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരാളൊരാവശ്യം നടത്തണമെങ്കിൽ വ്യക്തമായിട്ട് എവിടെ പോകണം, ഒളവണ്ണ പോകണോ, പെരുമണ്ണ പോകണോ, പെന്തലക്കാവിലെ ഓഫീസിൽ വരണോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവർക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന് അപ്പോഴേക്കും നമ്മൾ മറ്റേ വില്ലേജ് ഓഫീസറെ വിളിച്ച്, അപ്പോൾ ഇന്ന് പെരുമണ്ണയാണെങ്കിൽ പെരുമണ്ണ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു മാസത്തോളമായി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റുകളും ഇതുവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെയധികം വിഷമത്തിലാണ് നാട്ടുകാർ. അത്രയും വേഗം അതിനൊരു ആളെ നിയമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സാധാരണ ജനങ്ങൾ ഒരുപാട് പേപ്പർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ പെരുമണ്ണയിലെ വില്ലേജ് ഓഫീസർ ആണ് നിലവിൽ വന്നിട്ട് അവരെ ഒഴിവിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൂടെ ചെയ്യുന്നത്. അപ്പോൾ പന്തീരാങ്കാവിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ വിഷയത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധി ഞങ്ങൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഇടപെടൽ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ. ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കും എന്നാണ് KSEB ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യൂണിറ്റിന് 10 പൈസ വെച്ച് പിരിക്കാനാണ് തീരുമാനം. 2024 ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ 18.13 കോടിയുടെ അധിക ബാധ്യത KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതെന്നാണ് ഇപ്പോൾ KSEB അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ യൂണിറ്റിന് 10 പൈസ നിരക്കിൽ സർചാർജ് പിരിക്കാനാണ് തീരുമാനം. വൈദ്യുതി വാങ്ങിയതിൽ ഉണ്ടായിരിക്കുന്ന അധിക ബാധ്യത മറികടക്കുന്നതിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് സർചാർജ് പിരിക്കും എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.